അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സുഹറ മരണപ്പെട്ട വേദനയെല്ലാം പതുക്കെ പതുക്കെ ഉസ്താദിൽ നിന്ന് അകലുകയാണ്. എൻ്റെ സുഹറ, എന്നും നീ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് മറ്റൊരു പെണ്ണിനോട് മുഹബ്ബത്ത് തോന്നിയിട്ടുണ്ട് പെണ്ണേ. സത്യമായിട്ടും എനിക്ക് സമീറ എന്ന നമ്മുടെ പൊന്നുമോളെ നോക്കുന്ന, അതെ, എൻ്റെ ഉമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടമാണടി. സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ ഖബറിനരികിൽ ഒന്ന് പോകണം ഉസ്താദ് വിചാരിക്കുകയാണ്. ആ നിമിഷം തന്നെ സുബഹിക്ക് ശേഷം അതാ ഉസ്താദ് പള്ളിയിൽ നിന്നിറങ്ങി. ഉസ്താദ് എങ്ങോട്ടാ? ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തുനിന്ന് പോയി വരാണ്. പെണ്ണിൻ്റെ അടുത്തോ? അത് അവളുടെ ഖബറിനരികിൽ. അത് പറയുമ്പോൾ ഉസ്താദിൻ്റെ ശബ്ദമൊന്നിടറി. ആ ഉസ്താദേ, സോറി കേട്ടോ, ഞാൻ വെറുതെ. അതിനെന്താ? എന്നാലും വിചാരിച്ചു, അതെ, പല ആളുകളും 40 കഴിയുമ്പോഴേക്ക് പെണ്ണ് കിട്ടും. ഉസ്താദ് 2 വർഷമായിട്ടും ഇതുവരെ കല്യാണമൊന്നും കഴിച്ചില്ല. അതെ, ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഭർത്താവ്, അല്ലെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ വേണം. മറ്റത് എത്ര പെട്ടെന്ന് അവരുടെ കല്യാണം കഴിയും, അപ്പോൾ അതിലേക്ക് മക്കളും ആവും. എന്നാൽ പഴയ ബീവിയെ പതുക്കെ അങ്ങ് മറക്കും. എല്ലാവരുടെയും സ്ഥിതി ഇതുതന്നെയാണ്. എന്നാൽ 2 വർഷത്തോളം തൻ്റെ പ്രിയപ്പെട്ട സുഹറയെ മാത്രം മനസ്സിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ ഉസ്താദ്. എന്നാൽ ഇപ്പോൾ സമീറ, അതെ, തൻ്റെ പൊന്നുമോളെ നോക്കുകയാണ്. തൻ്റെ കൂടെ വിളിച്ചിട്ട് പോലും ഉമ്മച്ചി വിട്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ആ പൊന്നുമോള് അത്രക്കും അവളെ ഇഷ്ടപ്പെടണമെങ്കിൽ അതെ, അവളിൽ നിന്ന് ഉമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടുണ്ടാകും. അതെ, ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതാണല്ലോ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം. എന്നാൽ അവൾ അതിന് ശേഷം ഉമ്മച്ചിയുടെ ഖബറിനരികിലേക്ക് പോകുവാൻ വേണ്ടി കരഞ്ഞിട്ടില്ല. എന്തായാലും വേണ്ടില്ല, അവളെയും കൂട്ടി ഒന്ന് പോകാം. ഒറ്റയ്ക്ക് പോകുമ്പോൾ അതൊരു സങ്കടമല്ലേ. ഒരുപക്ഷെ എൻ്റെ സുഹറ കാത്തിരിക്കുന്നുണ്ടാവും ആ ഖബറിന് അകത്ത്. എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെവിടെ? അവളുടെ ആമീൻ എനിക്ക് കേൾക്കുന്നില്ലല്ലോ എന്നൊരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതും. തൽക്കാലം പുത്തൻ വീട് തറവാട്ടിലേക്ക് പോകാം. അങ്ങനെ അതാ ഉസ്താദ് ആ നിമിഷം തന്നെ പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ്. ഉമ്മാ, ഉമ്മ. ഇല്ല, വിളി കേൾക്കുന്നില്ല. ബെല്ലടിക്കാൻ അത് ഒരു പ്രശ്നമാണ്. കാരണം എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നിൽക്കുക പറയാൻ പറ്റില്ലല്ലോ. അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ലല്ലോ. ഉമ്മ. അല്ലാ, ആരെ വിളിക്കുന്നത്? പഠിച്ചോനെ, ഉസ്താദിൻ്റെ വിളി പോരല്ലോ. എന്താ റബ്ബ്, ഇന്നേരം 7 മണി ആയിട്ടുള്ളൂ. മോളെ സമീറ, മോളെ ഒന്ന് നോക്കാം മാനുട്ടി, അവിടെ ആരെ വന്നിക്കണെന്ന്. ഉമ്മ ഇവിടെ, ഞാൻ നിസ്കാരപ്പായി തന്നെ ഉണ്ട് ഇരിക്കണം, നീച്ചിട്ടില്ല. ആരാ? ഉസ്താദോ, കയറിക്കോളി. സമീറയുടെ ആ മുഖത്തെ പുഞ്ചിരി ഉസ്താദിൻ്റെ ആ കണ്ണുകളിൽ വല്ലാതെ അങ്ങ് തറച്ചു. റബ്ബേ, ഒരിക്കൽ പോലും വിചാരിച്ചില്ല. ഇരിക്കി മോളെ ഐഷു. സമീറ. ആ ഒരു വിളി കേട്ട് അവൾ ഒരു നിമിഷം അവിടെ നിന്നു. എന്ത് ഉസ്താദേ? സമീറ, പിന്നെ എന്താ? എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും അതാ ഐഷുമ്മ വിളിക്കുന്നു. മോളെ സമീറ, ആരെ നോക്കിയോ? ആ ഉമ്മ, ഉസ്താദാണ്. ഓ, ഉമ്മ പെട്ടെന്ന് നിസ്കാരക്കുപ്പായം അഴിച്ചിട്ട്, ആ മോനെ, പൊന്നു മോനെ, കയറിയിരിക്കി. ഉമ്മ, ഞാൻ ഒരിടം വരെ പോകാൻ വേണ്ടി വന്നതായിരുന്നു. എങ്ങോട്ടാ മോനെ? ചായ കുടിച്ചിട്ട് പോവാ. അല്ലമ്മ, ഇപ്പോൾ ഞാൻ അത്യാവശ്യം, ഞാൻ എന്തായാലും ഇൻഷാല്ലാ ഉച്ചയ്ക്ക് വരാം. ഇപ്പം ഞാൻ പോട്ടെ കേട്ടോ. മോനെ, ഒറ്റക്കാണോ? ഒറ്റക്ക് പോയാൽ അവൾ എന്തെങ്കിലും എന്നോട് സങ്കടപ്പെട്ടാലോ? ആര്? അല്ല, എൻ്റെ സുഹറ, എൻ്റെ പെണ്ണ് സുഹറ. ഒരു നിമിഷം ആ ഉമ്മക്ക് മനസ്സിലായി. ഉമ്മ പെട്ടെന്ന്, പഠിച്ചോനെ അല്ലാ. മോളെ സെമിയെ, എടി ചാനൽ എടുത്തോ മോളെ.
ആ ഉമ്മ എടുക്കാം. അപ്പോഴേക്കും അവൾ ചായയുമായി. ഐഷു ഇവിടെ? ഐഷു ഇന്ന് ഒന്നും കൂടി മൂടി പൊതിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ഒരു 5:30 എഴുന്നേറ്റിരുന്നു. ഞാൻ നിസ്കാരപ്പായിലിരുന്നപ്പോൾ എഴുന്നേറ്റ് വന്ന് ഉമ്മച്ചി മൂത്രമൊഴിക്കാണ്ടെന്നൊക്കെ പറഞ്ഞ് മൂത്രമൊക്കെ ഒഴിച്ച് കൊണ്ടുപോയി കെടുത്തി. ഞാൻ ഒന്നും കൂടെ മോള് കിടന്നോ, ഇപ്പം തന്നെ എണീക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ നല്ല ഉറക്കത്തിലാണ്. ഓ, അങ്ങനെയാണോ? മോള് വിളിക്കണോ? അവളുടെ ഉമ്മച്ചിൻ്റെ അടുത്തുനിന്ന് പോകാനായിരുന്നു. ആ, എന്നേം വിളിക്കാം. മോളെ ഐഷു, മോളെ. ഓ, എൻ്റെ പൊന്നു മോളെ, എന്തൊരു ഉറക്ക റബ്ബേ. മോളെ. സമീറ അവളെ മുഖത്ത് ഒരു ഉമ്മ വെച്ചിട്ട് പറഞ്ഞു. പൊന്നു മോളെ ഐഷു, ഉപ്പച്ചി വന്നിട്ടുണ്ട്. ഉപ്പച്ചിയോ? എന്തിനാ ഉപ്പച്ചി വന്നത്? ഉപ്പച്ചി ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, ഉപ്പച്ചി മോളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണോ? ആണോ? എങ്ങോട്ട്? ഉപ്പച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറയും വെച്ചി. ഉപ്പച്ചിനോട് എൻ്റെ അടുത്ത് ഒന്ന് കിടക്കാൻ പറയും. ഉപ്പച്ചിൻ്റെ കൂടെ കിടക്കാൻ കൊതിയാവുന്നുണ്ട്. അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് സമീറ, പഠിച്ചോനെ, ഈ റൂമിലേക്കോ? അവൾ പെട്ടെന്ന് തന്നെ അലങ്കോലമായി കിടന്നിരുന്ന ആ റൂം ഒന്ന് സെറ്റാക്കി വെച്ചു. ഐഷും കൂടി കിടന്ന് നീച്ചിട്ടാണ് ബെഡെല്ലാം നന്നായിട്ടൊന്ന് തട്ടിക്കുട്ടി വൃത്തിയാക്കി വെക്കുക. ആ, അതുവരെ അവൾ കിടന്നോട്ടെ, ഉണത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാക്കാൻ പോയിട്ടില്ല. ഉസ്താദ് വരുമ്പോഴേക്കും ആ റൂമെല്ലാം ഒന്ന് സെറ്റാക്കി. ഉമ്മ, അതെ, ഐഷു പറയുന്നുണ്ട് ഉപ്പച്ചിനോട് അങ്ങോട്ട് വരാൻ. അല്ലാ, ഉമ്മാൻ്റെ കുട്ടിയെ വിരോധമില്ലെങ്കിലേ ഒന്ന് ഒത്തുപോയി കണ്ടാളി കുട്ടിനെ. ഓൾക്ക് ഒരു പൂതിയേക്കാരേ. കാരണം എല്ലാ കുട്ടികൾക്കും ഉമ്മാരി ഇപ്പാരി ഇപ്പം നിൽക്കാൻ തന്നെ അല്ലേക്കാരം പൂതി. എൻ്റെ കുട്ടിക്ക് അതിനുള്ള വിധി ഉണ്ടായിട്ടില്ലല്ലോ. ഒന്നാണ് ചെന്നോളി. മോളെ സെമിയെ. ആ ഉമ്മ, പോയിക്കോട്ടെ, ഞാനിങ്ങോട്ട് മാറി നിൽക്കണ്. ആ, പോയിക്കോളി. അങ്ങനെ അതാ സമീറ കിടക്കുന്ന ആ റൂമിലേക്ക് ഉസ്താദ് എത്തുന്നു. ഒരു നിമിഷം ഉസ്താദ് ഒന്ന് നോക്കി. അതാ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആ കട്ടിലിൽ പുതച്ചു മൂടി കിടക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത്. മോളു. ഐഷു. ഉപ്പച്ചി, ഉപ്പച്ചി. ഉപ്പച്ചി അവളെ വാരിയെടുത്തു, ഒരുപാട് ചുംബിച്ചു. പൊന്നുമോളെ, ഉപ്പച്ചിൻ്റെ കുട്ടി. ഉപ്പച്ചി അങ്ങോട്ട് പോട്ടെ, ഇവിടെ നിൽക്കണ മോശമാണ് കേട്ടോ. ഉപ്പച്ചി ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഉപ്പച്ചി മോൾ അങ്ങോട്ട് വാ, സിറ്റൗട്ടിൻ്റെ ഭാഗത്തേക്ക് വാ. അത് ആ ഇത്താത്തയുടെ റൂമല്ലേ? ഇത്താത്തയല്ല, ഉമ്മച്ചിയാണ് എൻ്റെ. ആ, ഉമ്മച്ചിയുടെ റൂമല്ലേ? ഉപ്പച്ചി വാ, മോളെയും കൊണ്ട് അങ്ങോട്ട് പോട്ടെ. ഉപ്പച്ചി, ഞാൻ കുറച്ചുകൂടി ഇവിടെ കിടക്കട്ടെ, എനിക്ക് കൊതിയാവുന്നു ഉപ്പച്ചിൻ്റെ കൂടെ കിടക്കാൻ. മോളെ, എന്നാ മോൾ അങ്ങോട്ട് വാ. അത് ഉപ്പച്ചിക്ക് ഇവിടെ കൂടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഏതാ ഉസ്താദ് സമീറയുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ ഒരു കാഴ്ച റുഖ്യാത്ത നേരിൽ കാണുകയാണ്. അതെ, അപ്പോഴേക്കും അവർ എത്തിയിരുന്നു. ഒരു നിമിഷം റുഖ്യാത്തയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നു. അപ്പോ അല്ല, ഉസ്താദ് ഇപ്പോൾ സമീറാൻ്റെ റൂമിൽ നിന്നാണല്ലോ വന്നത്. ഇതിപ്പോൾ എങ്ങനെ? എന്തപ്പോൾ ഇത് സംഭവം? എത്തിയപ്പോൾ റൂമിലെത്തിയേക്കണ് പൊന്നാരേ. ഈ ഐഷുമ്മ ഒന്നിനും മടിക്കാത്തൊരു തള്ളച്ചിയാണ് കേട്ടോ. ഓ, എൻ്റെ റബ്ബേ, ഇതിപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരികയാണുള്ളത്. ഇന്നലെ ഞാൻ രാത്രി എവിടെയെന്നാണ് ഇനിയിപ്പോൾ നിന്നത്? ഇവിടെ നിന്ന് ഇപ്പോൾ ആലോചിച്ചാൽ കൂടി. പെട്ടെന്ന് ഐഷുമ്മ, എന്താ റുക്ക അന്തം വിട്ടിക്കണേ? ഒന്നുമില്ലേ, അന്തം വിടലൊന്നുമില്ല. പിന്നെ അവിടെ ഇങ്ങനെ നോക്കിക്കണെന്താ? ഉപ്പച്ചി. വീണ്ടും ഐഷുവിൻ്റെ വിളി. മോളെ ഇങ്ങോട്ട് വാ. അങ്ങനെ ഏതാ ഐഷു അങ്ങോട്ട് വരുന്നു. ഏതായാലും എൻ്റെ പൊന്നാര ഐഷുവോ, ഉപ്പച്ചിക്കും മോൾക്കൊക്കെ ഇവിടെ സ്ഥാനം കൊടുത്ത് എൻ്റെ പൊന്നാര റുക്കിയ, ഇജ്ജ് വേണ്ടാത്ത ചിന്തിക്കല്ലേ കേട്ടോ. നല്ലത് മാത്രം ചിന്തിക്ക്, വേണ്ടാത്തൊന്നും ചിന്തിക്കല്ലേ. നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ലേ, ഞമ്മക്ക് അതൊക്കെ പറ്റായല്ലേ. ഞമ്മക്ക് അങ്ങനത്തോലൊന്നും കിട്ടൂലല്ലോ. എന്ത് ഇജ്ജ് പറയണത്? അല്ലേ, ഞമ്മക്കൊണ്ട് പൂതി സ്വാലിഹായ ഉസ്താദ്മാരും ചൊറുക്കുള്ള മൂല്യന്മാരൊക്കെ കിട്ടാൻ. അതിനിപ്പോൾ എവിടുന്ന് കിട്ടണ്? ഞമ്മളെപ്പോലെ ഉള്ളവർക്ക് പറ്റൂലല്ലോ അതൊന്നും. അതൊക്കെ ഓരോരുത്തരൊക്കെ കണക്കാക്കാന്ന് വെച്ചൊക്കെയല്ലേ. എൻ്റെ റുക്കിയ, ഇജ്ജ് എന്താ പറഞ്ഞത്? ചായ കുടിച്ചാൽ പോയിക്കാണ്ട് രാവിലെ തന്നെ എന്താ പിച്ചും പയം പറയണത്? ഉമ്മ. പെട്ടെന്ന് ഉസ്താദ് വിളിച്ചു. ആ മോനെ.
ഉമ്മ എന്നാ അശുവിനെയും കൊണ്ട് ഞാൻ പോവാട്ടോ. മോളെ ഞാൻ കുളിപ്പിച്ച് തരാം, വാ. കുളിക്കണ്ട, തണുപ്പാണ്. ഇല്ല, ഉമ്മച്ചി ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് തരാലോ, വരി. അങ്ങനെ അതാ ഉസ്താദിൻ്റെ അടുക്കൽ പോയി അതാ ഐഷുവിനെ സമീറ വാരി എടുക്കുന്നു. ഉമ്മച്ചിൻ്റെ പൊന്നു മോളെ കുളിക്കാതെ പോകാൻ പാടില്ലല്ലോ, വരി ഡ്രസ്സ് അയച്ചു തരാം. അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചു കൊടുത്ത് എണ്ണയെല്ലാം തേച്ച് കൊടുത്ത് കുറച്ച് സമയം അവിടെ നിർത്തി. മോളെ ഉമ്മച്ചി കുളിപ്പിച്ച് തരാട്ടോ, നല്ല ഇളം ചുടുവെള്ളത്തിൽ. നല്ല ഏത് സോപ്പ് മോൾക്ക് തേക്കേണ്ടത്? ഷാമ്പു വേണോ? ഇഷ്ടമുള്ളത് മോൾക്ക് ഇഷ്ടപ്പെട്ട സോപ്പ് തേച്ച് കുളിപ്പിച്ച് തരാട്ടോ. ഷാമ്പു മതി. ആ ഓക്കെ ഓക്കെ. അങ്ങനെ അതാ സമീറ കുട്ടിയെ കുളിപ്പിക്കുന്നു. ഉമ്മച്ചി നല്ല സുഖം, തണുപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ പൊന്നുമോളെ ഞാൻ തണുപ്പിക്കൂലല്ലോ. എൻ്റെ പൊന്നുമോളെ നല്ല രീതിയിൽ കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോണ്ടേ. അല്ല ഉപ്പച്ചി എങ്ങോട്ട് കുട്ടിയെ കൊണ്ടുപോകുന്നത്? ഉമ്മച്ചിയുടെ അടുത്തേക്ക്. ആണോ? അത് കേട്ടപ്പോൾ സമീറയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി. സാറില്ല കേട്ടോ, ഉമ്മച്ചിക്ക് വേണ്ടി ദുആ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അവളെ കുളിപ്പിച്ച് നല്ല രീതിയിൽ തോർത്തി മുടി വാർന്ന് ഡ്രസ്സെല്ലാം ഇട്ടുകൊടുത്ത് സുന്ദരി മോളാക്കി. നല്ല മോളാണ്, ഉമ്മച്ചിക്ക് ഉമ്മയല്ലേ. സമീറുടെ 2 കവിളിലും അവൾ തുരുതുര ചുംബിച്ചു. ഉമ്മച്ചി പോട്ടെ. ഉമ്മ എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ ഐഷും ഉപ്പച്ചും പോകുന്നേ കണ്ട് ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, അതിൻ്റെ അമ്മാനെ കാണാൻ പോവുകയാണല്ലത് കവറിലെടുത്തേക്ക്. പഠിച്ചോനെ അല്ലാ, മനസ്സ് വല്ലാതെ പൊട്ടണം റഹ്മാനെ, വല്ലാതെ വേദനിക്കണം അല്ലാ റഹ്മാനെ. ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി നീ വരുത്തല്ല അല്ലാ. പെട്ടെന്ന് റുക്കാത്ത ചോദിച്ചു, അല്ല ഐഷുവോ, ഉസ്താദ് ഇപ്പം ഇവിടെ തന്നെ സ്ഥിരം താമസിക്കലേ? ഒരു നിമിഷം ഐഷുമാക്ക് ആ ഒരു ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. എന്താ എൻ്റെ പൊന്നാർ റുക്യാജി പറയണത്? ഉസ്താദ് ഇവിടെ താമസിക്കേ? ഉസ്താദ് പള്ളിയിലല്ലേ താമസിക്കല്? കുട്ടിനെ കൊണ്ടാൻ വന്നാണ്. കുട്ടി വാശി പിടിച്ചുകാണ്ട് അവിടുന്ന് നീച്ചിട്ട് ഞാൻ അപ്പച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ട് ഔത്ത് വന്ന് എടുത്തോണ്ടേ. അല്ല എന്താ റുക്യ, എനിക്ക് എൻ്റെ മനസ്സിക്ക് എന്തെങ്കിലും തോന്നിക്കണോ? എന്തെങ്കിലും തോന്നിക്കണമെങ്കിലേ അതുകൊണ്ട് ഒഴിവാക്കിക്കാലട്ടാ. ഒന്നുമില്ലോ, ഞമ്മക്കിപ്പോൾ തോന്നി വിചാരിച്ച് കണ്ടപ്പോൾ തോന്നൽ ഇല്ലാതാക്കാൻ ഒന്നും പറ്റൂലല്ലോ. ഏതായാലും ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഇജ്ജ് പൊന്നാർ റുക്യ ഫിത്തന ഉണ്ടാക്കല്ലേട്ടാ. ഒരു കുഴപ്പമില്ല, ഞാൻ ഫിത്തന ഉണ്ടാക്കിച്ചിട്ടും കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഓലെ നിക്കാഹ് ഏൽപ്പിച്ചാണ്, അധികം വൈകിപ്പിക്കണില്ല. അല്ല ഐഷോ, ഇജ്ജിപ്പോൾ എന്ത് കരുതിയിട്ട് ഇതിനൊക്കെ നിൽക്കണത്? എൻ്റെ ആരാ ഉസ്താദ്? എൻ്റെ ആരാ സമീറ? ആരെങ്കിലും അല്ലല്ലോ. എൻ്റെ അഞ്ചത്തി ഏട്ടത്തിൻ്റെ മക്കളോ ആങ്ങളുടെ മക്കളോ അല്ലല്ലോ. അല്ല പിന്നെ ഇപ്പം എന്തിന് എനിക്ക് ഇത്ര ധൃതി? എൻ്റെ ആങ്ങളുടെ മോളെ ഉസ്താദിനെ കൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചേക്കണേ. ഏതായാലും അതൊന്ന് നോക്കട്ടെ, എന്നിട്ട് ആലോചിച്ചാൽ എനിക്ക് ഇതിനൊക്കെ പറ്റി. എൻ്റെ പൊന്നാര റുക്യ, അതൊക്കെ എപ്പോഴേ പറഞ്ഞ് വെച്ച് കഴിഞ്ഞിരിക്കണം. ഉസ്താദിന് ഇഷ്ടപ്പെട്ടും ചെയ്തേക്കണം. ഇനി ഇപ്പം അതായത് ദയവായി കൊളാക്കല്ലേ. ഞാൻ കൊളാക്കണമൊന്നുമില്ല. അല്ല ഓളെ പറ്റിയൊക്കെ ഉസ്താദിന് പറയോ? എന്തറിയാനേ? എന്താ പറയായി? ഓളി എവിടുന്നോ ഒളിച്ചു വന്നതല്ലേ, അതും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കിയ കേസല്ലേ. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒഴിവാക്കുക അങ്ങനല്ലല്ലോ. അവളാണ് ഒഴിവാക്കിയത്, ഓൾ ഉപദ്രവിച്ചിട്ട്. അല്ലല്ല, മച്ചി എന്നുള്ള പേര് കോൾക്കുള്ളതുണ്ട്, എനിക്കത് നന്നായിട്ടറിയാം. എന്തിനാണ് വെറുതെ ഉസ്താദിനെ നിങ്ങൾ ഇടങ്ങാറാക്കണേ? ഈ കുട്ടികളും മക്കളും ഉണ്ടാക്കാത്ത ഇവളെ കെട്ടിച്ചിട്ട് എന്ത് കാര്യമാണ്? ആ കുട്ടിക്കൊരു തുണ വേണ്ടേ? അതിന് നമ്മൾ കുറച്ച് എങ്ങനെ എൻ്റെ പൊന്നാരെ റുക്യ അതൊക്കെ അറിയില്ല. കുട്ടികളും മക്കളും ഉണ്ടാവുമോ എന്നൊക്കെ പടച്ച റബ്ബ് മേലുണ്ട്. മേലായ അവൻ കരുതെങ്കിൽ മാത്രമേ ആർക്കും ഉണ്ടാവുള്ളൂ കുട്ടികൾ. നമ്മളുണ്ടാവില്ല വിചാരിച്ചിക്കാനൊന്നും പറ്റൂല. എന്നാൽ 5 കൊല്ലം നിന്നല്ലേ ഒരു പുതിയാപ്പളിൻ്റെ അടുത്ത് ഇതുവരെ ഉണ്ടായിക്കണോൾക്ക്. വെറുതെ മാണ്ടാത്തി നിൽക്കണേ. പൊന്നാരാവശ്യമോ ജയിലൊന്നും വെറുതെ പെടാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ എന്തേലും വലിയ കേസും കൂട്ടായി അത് എൻ്റെ തലയിലാവും. റുക്യാത്ത കഴിവിൻ്റെ പരമാവധി അതാ സമീറയുടെ കല്യാണക്കാര്യം മുടക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഉപ്പച്ചിയും കുട്ടിയും കൂടി പോയിട്ട് ഖബർസ്ഥാനിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. പള്ളിയിലെത്തിയപ്പോൾ തന്നെ ഫൈസി ഉസ്താദ് വരുന്നുണ്ട് മോളെയും കൊണ്ട്. അത് കാണുമ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു വേദനയാണ്. ഒരു നിമിഷം അതാ ആ ഖബറിടത്തിലേക്ക് പോയപ്പോൾ ഫൈസി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, തൻ്റെ സുഹറയുടെ അരികിലേക്ക് 2 ആഴ്ച കഴിഞ്ഞു ഞാൻ വന്നിട്ട്. അതിൻ്റെ കോലം അവിടെ കാണാനുണ്ട്.
ഖബറിടത്തിൽ ആ പൂക്കൾക്കിടയിൽ അതാ ഒരുപാട് പുല്ല് മുളച്ച് പൊന്തിയിരിക്കുന്നു. അതെ, ഖബറിൻ്റെ മീസാൻ കല്ലുകൾ മൂടിയിരിക്കുന്നു. അത് കാണുന്നില്ല. ഈ ചാറ്റൽ മഴയും തണുപ്പും എല്ലാം കൊണ്ട് അത് നല്ല രീതിയിൽ ഒരുപാട് വളർന്നു വന്നിരിക്കുന്നു. ചെടിയും കാടും മൊത്തത്തിൽ. ഉപ്പച്ചി, ആ എന്താ മോളെ? ഉമ്മച്ചിൻ്റെ ഖബറിന്ന് എങ്ങനെയായി പോയത്? ഉമ്മച്ചിൻ്റെ ഖബർ കാണുന്നില്ലല്ലോ. മോളെ, നമുക്കിതെല്ലാം പറിച്ച് വൃത്തിയാക്കണം കേട്ടോ. വൃത്തിയാക്കിയിട്ട് പോകണം കേട്ടോ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട സുഹറ ഖബറിനുള്ളിൽ നിന്ന് കരയുന്നത് പോലെയാണ് ഉസ്താദിന് തോന്നിയത്. എനിക്ക അങ്ങ് വന്നില്ല. 2 ആഴ്ചയായി അങ്ങക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങ് വരുമെന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കും. അതെ, ഇല്ല, അങ്ങ് വന്നില്ല. അങ്ങയുടെ പ്രാർത്ഥന കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെ അരികിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. എൻ്റെ പൊന്നു മോളെയും കണ്ടില്ല. എന്തു പറ്റി എൻ്റെ ഫൈസിക്ക? അവൾ വിതുമ്പുന്ന പോലെയാണ് ഉസ്താദിന് തോന്നിയത്. ഒരു നിമിഷം കാട് പിടിച്ച ആ ഖബർ കണ്ട് ഉസ്താദ് വിതുമ്പി. എൻ്റെ സുഹറ, എൻ്റെ പെണ്ണെ, 2 ആഴ്ചയായിടേ ഞാൻ നിൻ്റെ അരികിലേക്ക് വന്നിട്ട് അല്ലേ. പക്ഷേ ഒരിക്കൽ പോലും നീ വിഷമിക്കരുത്. അത് നിൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ പൊന്നുമോൾക്കൊരു ഉമ്മച്ചി, അത് ഞാൻ കണ്ടു പെണ്ണെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നീ പറഞ്ഞതല്ലേ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നുള്ളത്. അത് ഇനിയെല്ലാം ഐഷു പറയും. ഉമ്മച്ചി, അസ്സലാമു അലൈക്കും ദാറക്കമുൽമിനീൻ. ആ പൊന്നുമോൾ പഠിപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ അതാ പറയുന്നു. ഉമ്മച്ചി, നമുക്ക് പുതിയ ഉമ്മച്ചിനെ കിട്ടിയിട്ടുണ്ട്. എന്നെ നല്ലോണം നോക്കും. എനിക്ക് ഭക്ഷണമൊക്കെ തരും. എന്നെ കുളിപ്പിക്കും. എന്നെ താരാട്ട് പാടി ഉറക്കും. പക്ഷേ താരാട്ട് പാടുമ്പോൾ എനിക്ക് എൻ്റെ ഉമ്മച്ചി ഓർമ്മ വരും. അതെ, എൻ്റെ ഉമ്മച്ചി എന്നെ താരാട്ട് പാടി ഉറക്കിയിരുന്നോ ഉമ്മച്ചി? അതുപോലെ 1 വയസ്സുള്ള പൊന്നുമോൾക്ക് എന്ത് ഓർമ്മ വരാൻ? അതെ, ഉപ്പച്ചി പറഞ്ഞു കൊടുക്കുമായിരുന്നു. പൊന്നുമോളെ താരാട്ട് പാടി ഉമ്മച്ചി ഉറക്കിയെന്ന് പറയുമ്പോൾ, അതെ എൻ്റെ ഐഷു, നിൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഇങ്ങനെ താരാട്ട് പാടി ഉറക്കായിരുന്നു. ഉപ്പച്ചി നല്ല ഉമ്മച്ചിയാണ് നമ്മളുടെ. എന്നെ എന്നും താരാട്ട് പാടി ഉറക്കാറുണ്ട്. മോളെ, അൽഹംദുലില്ലാ, അള്ളാഹുവായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉമ്മച്ചിയെ നൽകിയത്. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താവുമായിരുന്നു? നല്ല ഉമ്മച്ചിയാണ്. അതെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയുടെ ഖബറിങ്ങൽ പോയിട്ട് അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഉമ്മച്ചി എന്നെ വിട്ടു പോയില്ലേ? അപ്പോൾ പഠിച്ചോ, എനിക്ക് വേറെ ഉമ്മച്ചിയെ തന്നിട്ടുണ്ട്. തൻ്റെ പൊന്നുമോളുടെ സങ്കടം പറച്ചിൽ കേട്ട് ശരിക്കും ഫൈസി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സുഹറ, എൻ്റെ പെണ്ണെ, എൻ്റെ മനസ്സ് വല്ലാതെ വേദനയ്ക്കാണ്. നിന്നോട് കൂടെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല കൂടുതലായിട്ടും. എന്നാൽ എൻ്റെ പെണ്ണെ, നീ എന്നോട് പറഞ്ഞല്ലോ അവളെ സ്വീകരിക്കണമെന്നുള്ളത്. അതെനിക്ക് എൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു വന്നു. ആദ്യമൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എനിക്ക് തോന്നി എനിക്കും എൻ്റെ പൊന്നുമോൾക്കും ഏറ്റവും നല്ലത് അതെ അവൾ തന്നെയാണെന്ന്. അതെ, സമീറ എന്നുള്ളൊരു പെണ്ണ്, അവളെ ഞാൻ കണ്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അവളെ. അവളുടെ സ്വഭാവ മഹിമയും ആ ഒരു എളിമയും എല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് തോന്നി, റഹ്മാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഏറ്റവും അനുയോജ്യയായ ഇണയാക്കിയത് അവൾ തന്നെയായിരിക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും അതങ്ങനെ അടുത്തടുത്ത് വന്നത്. അതെ, ഒരിക്കൽ അവൾ അതുവഴി പോകുമ്പോഴാണ് ഞാൻ അവളെ കണ്ടത്. പക്ഷേ അപ്പോഴൊന്നും മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള ചിന്തയൊക്കെ വന്നത്. എൻ്റെ പൊന്നുമോളെ, അല്ല നമ്മുടെ പൊന്നുമോളെ അവൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പൊന്നുമോൾ ഒരുപാട് നന്നായിട്ടുമുണ്ട്. കാരണം നേരത്തിന് ഭക്ഷണവും കാര്യവും ഉറക്കും എല്ലാം കൂടെ ആയപ്പോൾ സത്യമായിട്ടും എൻ്റെ പെണ്ണെ, എനിക്ക് നിന്നോട് സമ്മതം ചോദിച്ചിട്ട് എനിക്ക് പുത്തൻ വീട് തറവാട്ടിലെ ഉമ്മയുടെ അരികിൽ പോകണം. കാര്യങ്ങളെല്ലാം ഉറപ്പിക്കണം. ഒന്ന് ഉറപ്പിച്ചിട്ടാൽ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട സുഹറ ഖബറിൽ നിന്ന് പൊങ്ങി വന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഇക്ക,
അങ്ങ് അവന് വേഗം കല്യാണം കഴിക്കണം. അതെ, അങ്ങയുടെ നഷ്ടപ്പെട്ട 2 വർഷത്തെ ജീവിതം, അതെ ആ ദാമ്പത്യ ജീവിതം അതെല്ലാം വീണ്ടെടുക്കണം. അങ്ങ് ഒറ്റയ്ക്ക് ഇവിടെ കഴിയുകയല്ലേ, ഞാൻ ഖബറിലല്ലേ. എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം ഒറ്റപ്പെട്ട്? അങ്ങൊരു യുവാവല്ലേ, അങ്ങ് നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം നയിക്കേണ്ട ആളല്ലേ. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി 2 വർഷം കഴിഞ്ഞു. അതെ, ഇനിയെങ്കിലും നമ്മുടെ പൊന്നുമോളും അതെ നിങ്ങൾ പറഞ്ഞ അവരുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം. നിങ്ങൾ അവരെ നിക്കാഹ് കഴിക്കണം. എനിക്ക് പൂർണ്ണമായും സമ്മതമാണ്. തൻ്റെ പ്രിയപ്പെട്ട സുഹറ പറയുന്നത് പോലെ ഉസ്താദിന് തോന്നി. സുഹറ, എൻ്റെ പൊന്നുമോൾ പ്രാർത്ഥിക്കണം. ഇക്ക, എൻ്റെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും നിങ്ങൾക്കുണ്ട്. അതെ, നമ്മുടെ പൊന്നുമോൾക്കും. സുഹറ പറയുന്നത് പോലെ ഉസ്താദിന് തോന്നുകയാണ്. മോളെ, എന്തുപ്പച്ചി, നമുക്ക് പോയാലോ? ഉമ്മച്ചിയോട് പറഞ്ഞോ നമുക്ക് മറ്റോ ഉമ്മച്ചിയെ കൂടെ കൂട്ടണമെന്ന്? ഉപ്പച്ചി, നമുക്കൊരുമിച്ച് നിന്നോടെ? ആ പൊന്നുമോളുടെ വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് സന്തോഷം ഉളവാക്കി. മോളെ, എൻ്റെ ബീവി, എൻ്റെ സുഹറ പോട്ടെട്ടോ. അസ്സലാമു അലൈക്കും. ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മോളെ, വിതുമ്പുന്ന മനസ്സോടെ അതാ പ്രിയപ്പെട്ട ഉസ്താദും മോളും വിട പറയുകയാണ്. അവർ അവിടെയെല്ലാം പുല്ലുകളെല്ലാം പറിച്ച് അതാ ചെടികളെല്ലാം നല്ല വൃത്തിയിൽ നട്ടുപിടിപ്പിച്ച് പോരുകയാണ്. അതെ, തൻ്റെ സുഹറ 2 ആഴ്ച കാണാത്തതിൻ്റെ പരിഭവം അവൾ പറയുന്നത് പോലെ ഉസ്താദിന് തോന്നി. അതെ, ആ ഖബറിപ്പോൾ കാണുമ്പോൾ വളരെയധികം മനോഹരമാണ്. അതിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതെ, ഉസ്താദ് അവിടെ പനനീർ പൂക്കൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ ചെടിയിൽ നിറയെ മുട്ടുകളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പുല്ലും കാടുമെല്ലാം പറിച്ചൊഴിവാക്കിയപ്പോൾ ആ ഖബറ് കാണാൻ തന്നെ വല്ലാത്തൊരു ഭംഗി. എൻ്റെ സുഹറ, എൻ്റെ സുഹറ. അല്ലാ, വിതുമ്പുന്ന മനസ്സോടെ ഉസ്താദ് അവിടെ നിന്ന് പോരുകയാണ്. പൊന്നുമോൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉപ്പച്ചി. എന്ത് മോളെ? ഉമ്മച്ചി ഒറ്റക്കാവൂലേ? അള്ളാഹുണ്ട് ഉമ്മച്ചിക്ക്. ഉമ്മച്ചി സ്വർഗത്തിലായിരിക്കുമല്ലോ. കാരണം ഉപ്പച്ചിയുടെ കണ്ണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണ കണ്ണുനീരിന് അറ്റമില്ല. മോളുടെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് അത്രക്കും മോളുടെ ഉമ്മച്ചിക്ക് വേണ്ടി കരഞ്ഞതാണ്. ഉമ്മച്ചിയെ മറവ് ചെയ്യുമ്പോൾ കഫൻ പുടവയിലേക്ക് ആ കണ്ണുനീർ ഇറ്റി വീണിട്ടുണ്ട്. അതെ, അത് മതി നിൻ്റെ ഉമ്മച്ചിക്ക്. നിൻ്റെ ഉമ്മച്ചിയൊക്കെ സ്വർഗത്തിലല്ലേ പൊന്നുമോളെ. മോള് വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ഉമ്മച്ചിക്ക് രക്ഷപ്പെട്ടതാണ്. ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടിയാണ് നമ്മുടെ ഉമ്മച്ചി പോയത് അല്ലേ. 1 വയസ്സുള്ള പാല് കുടിക്കുന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഉമ്മച്ചി പോയത് ആ രംഗം ഉപ്പച്ചി കരയണ്ട. ഇല്ല മോളെ. ആയുഷ്യമോളെ കെട്ടിപ്പിടിച്ച് ഉസ്താദ് കരഞ്ഞു. ആ പള്ളിക്കാട്ടിൽ നിന്ന് തന്നെ. അതെ, സുഹറയോട്, തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോട് സമ്മതം ചോദിച്ച് അതാ നേരെ ഐഷുവിനെയും കൊണ്ട് പുത്തൻ വീട് തറവാട്ടിലേക്ക്. ഉപ്പച്ചിൻ്റെ മോളെ, എന്തെൻ്റെ കുട്ടിക്ക് വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട, എല്ലതും ആപ്പാപ്പ കൊണ്ടുവരും. ഓ, ഷാമോൻ ആപ്പാപ്പല്ലേ? ഷാമോൻ ആപ്പാപ്പ പാവാണ്, എന്നെ നല്ലോണം നോക്കും. അല്ലാഹു അൽഹംദുലില്ലാ. റഹ്മാനെ, ആ വീട്ടുകാർക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. പിന്നെ എന്താ നമ്മൾ കൊടുക്കുക? എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ ആ വീട്ടിലേക്ക്? ഒന്നും വേണ്ട, എനിക്ക് ഉമ്മച്ചിയെ കാണണം, ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് പോകണം. ഓഹ്, ഇൻഷാ അല്ലാഹ്. അങ്ങനെ അതാ മോൾക്ക് എന്തൊക്കെയോ വാങ്ങിക്കൊടുത്ത് അതാ ഉപ്പച്ചി അവളെ പുത്തൻ വീട് തറവാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉപ്പച്ചി. എന്താ മോളെ? എന്താണ് ഉമ്മച്ചിൻ്റെ അടുത്തേക്ക് ഉപ്പച്ചി വരിക ഇനി? മോളെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചാൽ ഉമ്മച്ചിയുടെ നിൻ്റെ അരികിലേക്ക് ഞാൻ എന്നും ഓടിയെത്തും കേട്ടോ. നമുക്ക് വേറെ വീടൊക്കെ എടുത്തിട്ട് സുഖമായി ജീവിക്കണം കേട്ടോ. നല്ല ഉപ്പച്ചി. പൊന്നുമോളുടെ ആ ഒരു സന്തോഷം അത് മുഖത്ത് കണ്ടപ്പോൾ ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി. അതെ, ആ കണ്ണീരിനിടയിലൂടെ അവളുടെ ആ ഒരു
വിരിഞ്ഞ പൂമുഖം കാണാൻ അതിന് വല്ലാത്തൊരു മൊഞ്ചായിരുന്നു. പഠിച്ചോനെ, എൻ്റെ സുഹറ. ആ ചിരി ചിരിക്കുമ്പോൾ എൻ്റെ സുഹറയാണ് അവളുടെ മുഖത്ത് തെളിയുന്നത്. എൻ്റെ സുഹറയുടെ മുഖത്തുള്ള ആ ഒരു നുണക്കുഴി വരെ അതാ അവളുടെ മുഖത്തും ഉണ്ടല്ല. റബ്ബേ, എനിക്ക് നീ അവളെ കാണുവാൻ വേണ്ടിയിട്ടാണോ ഇവിടെ തന്നു പോയത്? അതെ, അതേ മുഖഛായ ശരിക്കും അവളെ എടുത്തു വെച്ചതുപോലെ തന്നെയുണ്ട്. ശരിക്കും റബ്ബേ, അല്ലാ. പൊന്നുമോളെ, ഉപ്പച്ചി നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട്. വേണ്ട, എന്നെ പുത്തൻ വീട് തറവാട്ടിലേക്ക് ആക്കി തന്നാൽ മതി. ഓ, തറവാടിൻ്റെ പേരൊക്കെ പഠിച്ചില്ലേ? ഉമ്മച്ചിയുടെ അരികിലേക്ക് ആക്കണം. ആ, എന്നാ പോകാം. അങ്ങനെ ഏതാ ഉസ്താദ് അവളെയും കൊണ്ട് പുത്തൻ വീട് തറവാട്ടിലേക്ക് പോവുകയാണ്. പെട്ടെന്നതാ ഉസ്താദേ, ഉസ്താദേ, ഒരു വിളി പിന്നിൽ നിന്ന്. ആ, അല്ലാ, റുക്കിയാതെ. ആ, എന്ത്? പൊന്നാരുസ്താദേ, നിങ്ങളെ കുട്ടിക്ക് ഒരു തുണ വേണ്ടേ? ഒറ്റക്ക് നിർത്തിയാൽ മതിയോ? കുട്ടികൾക്ക് കീപ്പിട്ടും മേപ്പിട്ടും ഓരോ കുട്ടികളില്ലെങ്കിൽ അത് വല്ലാത്തൊരു വിഷമമായിരിക്കും. ഒന്നുക്കൊന്നും വേണേ. ഇതിപ്പോൾ ആ കുട്ടി ഒറ്റക്ക് നടക്കുമ്പോൾ അതിനിപ്പോൾ കളിക്കാനും ചിരിക്കാനൊക്കെ ഒരാൾ വേണ്ടേ? ഒരു കൂട്ട് വേണ്ടേ? ഇൻഷാ അല്ലാ റുക്കിയത, ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാ. വൈകാതെ ഞാൻ അറിയിക്കണ്ട്. ഓക്കെ. ആ, അല്ല ഉസ്താദേ, എന്തേ കല്യാണം എങ്ങാനോ? ആ, കല്യാണം ഏകദേശം സെറ്റായ പോലെയാണ്. ഇൻഷാ അല്ലാ വിധി ഉണ്ടെങ്കിൽ ഞാൻ പറയണ്ട് കേട്ടോ. എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അല്ല ഉസ്താദേ, ആരാ ഞാൻ പുത്തൻ വീട് തറവാട്ടിലെ സെമീറയാണോ? എൻ്റെ പൊന്നാരുസ്താദേ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കുട്ടി എന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് മാണ്ടട്ടാ. നിങ്ങൾക്ക് ഈ ഒരു ഐശ്വര്യം ഉണ്ടാവുള്ളൂ കാലാകാലം. മറ്റൊരു കുട്ടി നിങ്ങളെ ജീവിതത്തേക്ക് വരും നിങ്ങൾ വിചാരിക്കണ്ട. ഓളെ കിട്ടുകയാണെങ്കിൽ ഓള് മച്ചിയാണ് ഉസ്താദേ. മച്ചി 5 കൊല്ലം പുതിയാപ്പളിൻ്റെ അടുത്ത് നിന്നാണ്. കുട്ടികളുണ്ടാകാൻ വേണ്ടി പലതും നോക്കിയിട്ടുണ്ടാവും. മച്ചിയാണ്. കെട്ടിപ്പോവരുതേ. കെട്ടിപ്പോയാൽ നിങ്ങൾക്ക് ഓളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഐശുവിനൊരു അനിയത്തിക്കുട്ടി ആങ്ങളക്കുട്ടി അവിടെ പിറക്കൂല. ആലോചിച്ചോളി, ചിന്തിച്ചോളി, എന്നിട്ട് ചെയ്തോളി. ഞാൻ നല്ലതിന് പറഞ്ഞെന്നാണ്. ഞാൻ പറഞ്ഞത് ആരോടും പറയണ്ട. ഇന്ന് എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിട്ട് വേഗം ഞാൻ കുളിപ്പിച്ച് മാറ്റി പോവാണ്. അല്ലാതെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്നിപ്പോൾ എനിക്കൊരു വഴിക്ക് പോകാണ്ട്. പിന്നെ പൊന്നാരുസ്താദേ, ഉസ്താദിന് മാണ്ടി എൻ്റെ ആങ്ങളുടെ കുട്ടിയൊക്കെ തയ്യാറാണ് കേട്ടോ. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നല്ല 10 മാറ്റ് പെൺകുട്ടിനെ നിങ്ങൾക്ക് കിട്ടും. ഇളം പ്രായത്തിലുള്ള, അധികം പ്രായമായിട്ടില്ലേ. ഇവളെന്നെ കെട്ടിച്ച് തീർത്ത് 5 കൊല്ലം മാപ്പിളിൻ്റെ അടുത്ത് നിന്നാണ്. കുട്ടികളും മക്കളും അതുമില്ല. പിന്നെ ഉള്ള തടിയും വലിപ്പങ്ങൾ കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ സെമീറയെക്കുറിച്ച് അത് പറഞ്ഞപ്പോൾ ഉസ്താദിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി. ഉസ്താദ് ഐഷുവിനെയും കൊണ്ട് ഒരു നിമിഷം ചിന്തിച്ചു പോയി. റബ്ബേ, എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ലാ, അത് കേട്ട് ഞാൻ പഠിച്ചവൻ അസ്തഗ്ഫിറുല്ലാഹ്, പുറത്തു തരണേ അല്ലാ. അത് ഏഷണയും പ്രദൂഷണവും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഹറാം തന്നെയാണ്. റഹ്മാനെ, അള്ളാഹു എത്ര ക്ലാസ് എടുത്തിട്ടും ഇവർക്കൊന്നും എന്താ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ? ഒരു നിമിഷം ഉസ്താദിൻ്റെ മനസ്സിൽ, അതെ ഉസ്താദേ, ഇങ്ങൾക്ക് ഇനി കുട്ടികളുണ്ടാവില്ല കേട്ടോ, ഓള് മച്ചിയാണ്. ആ ഒരു വാക്കുകൾ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് അലയടിച്ചു കൊണ്ടിരുന്നു. ഒരു നിമിഷം ഉസ്താദ് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. റഹ്മാനെ, ഞാൻ കേട്ടത് തെറ്റായി പോയെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നല്ല. എന്നെ വിളിച്ചപ്പോൾ എന്തോ അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളി കേട്ടതും തിരിഞ്ഞു നോക്കിയതും. റഹ്മാനെ, അള്ളാഹുവേ, ഇങ്ങനെയുള്ള ആളുകളുടെ ഷർറിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു, അതെ, അവർ പറഞ്ഞ മച്ചി എന്നുള്ള അത് റഹ്മാനെ, പഠിച്ചോനെ, എൻ്റെ പൊന്നുമോൾക്ക് ഒരു അനിയത്തിയോ അനിയനോ പിറക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൾക്കൊരു ഉമ്മയാണ് ഇപ്പോൾ ആവശ്യം. അവൾക്കൊരു ഉമ്മയാണ്, അല്ലാതെ ഇപ്പോൾ അനിയത്തിയെയും അനിയനെയുമല്ല. ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. ഒരു ഉമ്മച്ചി, അതാണ് എൻ്റെ കുട്ടിക്കിപ്പോൾ വേണ്ടത്. അതെ, എൻ്റെ ഉമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കാൻ ഒരാൾ വേണം, അതും എൻ്റെ ഹലാലായ ഭാര്യയായിട്ട്. അതായിരുന്നു ഉസ്താദിൻ്റെ ചിന്ത. ഉസ്താദ് നേരെ പുത്തൻ വീട് തറവാട് ലക്ഷ്യമാക്കി പോവുകയാണ്, ഐഷുമോളെയും എടുത്തുകൊണ്ട്. ഇൻഷാ അല്ലാ
നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.